അപ്പോൾ ഇന്ന് ഇലക്ട്രോലക്സിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫോൺ പറഞ്ഞു. അപ്പം ഇലക്ട്രോലക്സിൽ ഇന്ന് ക്രിസ്മസ് ഹോളിഡേ സ്റ്റാർട്ട് ചെയ്യുക. ഇന്നും കൂടി കഴിഞ്ഞാൽ ഇനി ജാനുവരി 7th. ഇന്ന് ഡിസംബർ 19. ഇനി ജാനുവരി 7th പോയാൽ മതി. അത്രയും ദിവസം ക്രിസ്മസ് ഹോളിഡേ ആണ്. അപ്പം അതിന് മുമ്പ് നമുക്കൊരു ഗിഫ്റ്റ് തരും. ഇതാണ് ഗിഫ്റ്റ്. അപ്പം ഇതൊന്ന് അൺബോക്സ് ചെയ്യാമോ? നമ്മൾ ആദ്യമായിട്ട് വർക്കിന് കയറി അവിടെ നിന്ന് കിട്ടുന്നൊരു ക്രിസ്മസ്, യൂറോപ്പിൽ വർക്കിന് വന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്നൊരു ക്രിസ്മസ് ഗിഫ്റ്റല്ലേ. അപ്പം ഓരോന്നോരം നോക്കാം. ടീ ബാഗാണ്. ഞാൻ പക്ഷെ ചായ കുടിക്കില്ല, എന്നാലും ഇരിക്കട്ടെ, തണുപ്പൊക്കെ അല്ലേ, വല്ലപ്പോഴും കുടിക്കാം. ഞാൻ ഓർത്ത വൈനാണെന്നാണ്, പക്ഷെ വൈനല്ല, ഇത് എക്സ്ട്രാ വിർജിൻ ഒലിവ് ഓയിലാണ്. പക്ഷെ നല്ലതാട്ടാ, നല്ലതാ. ഞാൻ ഒരെണ്ണം മേടിക്കണമെന്ന് ഓർത്തിരിക്കണായിരുന്നു. കറക്റ്റ് കിട്ടി. ഒലിവ് ഓയിലിന് നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഗിഫ്റ്റായിട്ട് കിട്ടിയത് കൊള്ളാം. ഒലിവ് ഓയിൽ. പിന്നെ നമ്മുടെ പന്നിയിറച്ചിയുടെ സ്ലൈസ് ബ്രെഡിൽ വെച്ച് തിന്നാനാണ്, പക്ഷെ എനിക്കിഷ്ടമല്ല. മിഠായി 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 ഇതും മിഠായി, ഇതും ചോക്ലേറ്റ്. ഈ ചോക്ലേറ്റ് എന്താ, ഞാൻ വരുമ്പോൾ എല്ലാം മേടിച്ചോണ്ട് വരുന്നുണ്ട്. എന്നെ നോക്കാൻ ചോദിക്കരുത്. ഇതും മിഠായി. പിന്നെ ഇത് കേക്കാണ്. എന്തോ കേക്കാണെന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു. പക്ഷെ എനിക്ക് മനസ്സിലായില്ല എന്ത് കേക്കാണ്, എങ്ങനെയാന്ന്. പൊട്ടിക്കണം. ഇത് പിസ്തയുടെ ബ്രെഡിൽ തേക്കുന്ന സ്പ്രെഡാണ്, കഴിക്കണം. ഇത് മീനാണ്, മീൻ. പിന്നെ ന്യൂട്ടല്ലയാണ്, പക്ഷെ വേറെ ബ്രാൻഡ്. പിന്നെ ഹണി. പിന്നെ ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. മഷ്റൂമിൻ്റെ എന്തോ ഒരു സാധനമാണ്. അപ്പം ഇതാണ് ഇലക്ട്രോലക്സിന്ന് കിട്ടിയ ക്രിസ്മസ് ഗിഫ്റ്റ്. ഇന്ന് മുതൽ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനാണ്. ഇനി ജാനുവരി 7th വരെ വീട്ടിലിരിക്കുക, വെറുതെ ഇരിക്കുക, പെയ്ഡ് ലീവ്, ക്രിസ്മസ് ഹോളിഡേയ്സ്.